തിരുവചനം തിരുവചനം. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണമേ. ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങളെ ദൈവ തിരുഹിതമാക്കി മനസ്സിലാക്കി അതിനോട് ചേർന്ന് നിൽക്കുവാൻ, ആ പാനപാത്രം മട്ടോളം കുടിക്കുവാൻ ഈശോയെ നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ബൈബിൾ എടുക്കാവോ? ബൈബിൾ എടുത്ത് തുറന്ന് എന്നോടൊപ്പം നിങ്ങൾ വായിക്കുക. ഞാൻ വായിച്ചു തരാം. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസന നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പ്രിയമുള്ളവരെ, വിശുദ്ധവാരത്തിൽ പെസഹ വ്യാഴവുമായി ബന്ധപ്പെട്ട നമ്മുടെ ധ്യാനങ്ങളിൽ ഒന്നാണ് ഈശോയുടെ ഗത്സമനി പ്രാർത്ഥന. ഇന്ന് നമ്മൾ ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ ഈ വചനത്തെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ഇങ്ങനെ വായിച്ച് ധ്യാനിച്ച് പോവുകയാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ എന്നോടൊപ്പം സഞ്ചരിക്കണം. അത്ര ലളിതമാകുമോ എന്ന്, ആക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിലും എന്നാലാകുന്ന വിധം ലളിതമായി ഇത് അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ എനിക്ക് തരിക, എന്നോടൊപ്പം ഇരിക്കുക. ഒന്നാമത്, ആദ്യത്തെ വാക്യത്തിൽ 39-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം, അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി എന്നാണ്. ഈശോ ഒലിവ് മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. അതായത് നാളെ ഒരു വലിയ സഹനം ഉണ്ടാകുന്നുവെന്നറിഞ്ഞ് ഈശോ പെട്ടെന്ന് ഓടിക്കേറിയതല്ല ഒലിവ് മലയിലേക്ക്. പിന്നെയോ അവൻ്റെ സ്ഥിരമായൊരു പ്രാർത്ഥനാ ശൈലിയുടെ ഭാഗമായി അവൻ പ്രാർത്ഥിക്കാൻ ചെന്നതാണ്. മനസ്സിലായോ? അതായത് നമ്മളും ഈശോയും തമ്മിലുള്ളൊരു വ്യത്യാസം അവിടെയാണ്. നമ്മൾ ആർത്തലച്ച് കരഞ്ഞുകൂവി പ്രാർത്ഥിക്കാൻ ചൊല്ലുന്നത് എപ്പോഴാണ്? കാൽവരിയുടെ തലേ ദിവസം, പരീക്ഷയുടെ തലേ ദിവസം, ഓപ്പറേഷൻ്റെ തലേ ദിവസം, കല്യാണത്തിൻ്റെ തലേ ദിവസം. ഈശോ അങ്ങനെയല്ല ഗത്സമനിയിൽ പ്രാർത്ഥിക്കാൻ ചെന്നത് എന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അവൻ്റെ പതിവ് പ്രാർത്ഥനാ ശൈലിയുടെ ഭാഗമായിരുന്നു. തൊട്ട് തലയാഴ്ച അവൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരുന്നു എന്നതിൻ്റെ സൂചന ബൈബിളിലുണ്ട്. 21-ാം അധ്യായം 37-ാം വാക്യത്തിൽ, തൊട്ട് മുമ്പത്തെ അധ്യായം, ഒരു താള് പുറകോട്ട് മറിച്ചാൽ നിങ്ങൾക്കത് കാണാം. 21-ാം അധ്യായം 37-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാ ദിവസവും അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തുപോയി ഒലിവ് മലയിൽ വിശ്രമിച്ചു.
അവൻ്റെ വിശ്രമം അവൻ്റെ പ്രാർത്ഥനയാണ്. എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നത് പോലെ തന്നെ എല്ലാ ദിവസവും അവൻ ഒലിവ് മലയിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു എന്ന്. സ്ഥിരമായ ഒരു പ്രാർത്ഥനാ ശൈലി ഉള്ളവർക്കാണ് നാളെ കുരിശെടുക്കേണ്ടി വരുമ്പോഴും ദൈവ ആശ്രയത്വത്തിൽ ഗത്സമനികളിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. അല്ലാത്തവരെ പെട്ടെന്നങ്ങ് പരിഭ്രമിച്ചു പോകും, ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകും. നമുക്ക് സ്ഥിരമായ ഒരു പ്രാർത്ഥന ശൈലി ഉണ്ടാകട്ടെ. എന്നിട്ട് അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഞാൻ പറഞ്ഞു, നമ്മളിങ്ങനെ ഓരോ വാക്യത്തിലൂടെയും യാത്ര ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു പ്രധാന സന്ദേശം എടുത്ത് അത് മാത്രം പറയുകയല്ല, നമ്മൾ ഈ എടുത്തിരിക്കുന്ന വചനഭാഗത്തിലെ ഓരോ വാക്യത്തിലൂടെയും നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകരുത്, എഴുന്നേറ്റ് പോകരുത്. ഇതിരുന്ന് മുഴുവൻ ധ്യാനിച്ചു തീർക്കുമ്പോഴാണ് ഗത്സമനി പ്രാർത്ഥനയുടെ അർത്ഥമറിയുന്നത്, ദൈവം കൊടുത്ത ഉത്തരത്തിൻ്റെ അർത്ഥമറിയുന്നത്. തൊട്ടടുത്ത വാക്യത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ ഇല്ല കേട്ടോ, അത് അവസാനമാണ്. നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിനെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനാണ് ഈശോ അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ ശിഷ്യന്മാർക്ക് കൊടുത്തത്? അതിന് കാരണമുണ്ട്. ഈശോയ്ക്കറിയാം, ദൂരെ ഒരു കാറ്റ് വീശി തുടങ്ങിയിട്ടുണ്ട്. ദൂരെ ഒരു കാറ്റ് വീശി തുടങ്ങിയിട്ടുണ്ട്. പതിര് പാറ്റുന്നത് പോലെ എൻ്റെ കുഞ്ഞുങ്ങളെ ഈ കാറ്റ് വീശിക്കളയുമെന്ന്, പാറ്റിക്കളയുമെന്ന് ഈശോയ്ക്കറിയാം. അതുകൊണ്ട് ഈശോ സൂചന കൊടുക്കുകയാണ്, മക്കളെ പ്രാർത്ഥിച്ച് ശക്തിപ്പെടെന്ന് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈശോ നേരത്തെ സൂചന കൊടുക്കുകയാണ്. ഈശോയ്ക്കറിയാം, ദൂരെ എവിടെയോ ഒരു സുനാമി അടിച്ചു തുടങ്ങിയിട്ടുണ്ട്, തകർന്നു പോകരുത്, പ്രാർത്ഥിച്ച് കരുത്തു നേട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ശിഷ്യന്മാരെ. എന്നിട്ടാണ് ഈശോ അവൻ്റെ പ്രാർത്ഥനയ്ക്കായി ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്നത്. വലിയ ആത്മസംഘർഷത്തിൻ്റെ നേരമാണ് ഈശോയ്ക്കത്. ആ നേരത്ത് അവൻ പ്രാർത്ഥിച്ച ശൈലി കണ്ടോ? അവൻ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? അവൻ്റെ കൂടെ 3 പേരുണ്ടായിരുന്നു. അവരെ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഇരുത്തിയിട്ട് അവൻ ഒറ്റയ്ക്ക് വീണ്ടും ഒരു കല്ലേറ് ദൂരം കൂടെ മുന്നോട്ട് പോയി പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. ജീവിതത്തിൽ ചില സംഘർഷങ്ങളുടെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, പ്രിയമുള്ളവരെ, ഒറ്റയ്ക്കായി പോകും. നമ്മൾ ഒറ്റയ്ക്കായി പോകും, ആരും കാണില്ല. ഒറ്റയ്ക്കായി പോകുന്ന നേരത്ത് ഒറ്റയ്ക്ക് തന്നെ അങ്ങ് പ്രാർത്ഥിച്ചേക്കണേ. ആ പ്രാർത്ഥനയ്ക്കൊരു പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഭാഷയുണ്ടാകണം. അതാണ് ഈശോ ചെയ്തിരിക്കുന്നത്. മുട്ടിന്മേൽ വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അങ്ങനെ? വലിയ സംഘർഷങ്ങളുടെ നേരത്തെ ഒരു പ്രാർത്ഥനാ ശൈലിയാണത്. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഞങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ പള്ളികൾക്കൊക്കെ വിരിയുണ്ടെന്നറിയാമല്ലോ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ വിരിക്കകത്ത് കടന്ന് ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ ഉത്തരം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചില നേരങ്ങളിൽ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട അവസരങ്ങൾ ദൈവം നമുക്ക് തരും. ആ നേരത്ത് അത് വലിയ ദൈവാനുഭവത്തിന് നേരമാകട്ടോ. അത്തരം പ്രാർത്ഥനാ അനുഭവങ്ങളും അതിൻ്റെ ഓർമ്മകളും ഒക്കെ ദൈവാനുഭവത്തിൻ്റെ ഓർമ്മകളാണ്. അതുകൊണ്ട് ഈശോയുടെ ഈ പ്രാർത്ഥനയുടെ ഈ ശരീരഭാഷയുണ്ടല്ലോ, ഒറ്റയ്ക്ക് മാറിപ്പോയിരുന്നിട്ട് മുട്ടിന്മേൽ വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്ന ശൈലി, അത്തരമൊരു ശൈലി ജീവിതത്തിൽ ചില നേരങ്ങളിൽ നമ്മളും കടമെടുക്കണം ഈശോയിൽ നിന്ന്. അങ്ങനെ പ്രാർത്ഥിക്കണം. എന്നിട്ട് ഈശോ വിളിക്കുകയാണ് പിതാവേ എന്ന്, അപ്പ എന്ന് വിളിച്ചാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. ഒരു കൊച്ചിൻ്റെ അപ്പനോടുള്ള ആശ്രയമാണ് അവിടെ വെളിപ്പെടുന്നത്. ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ അപ്പൻ്റെ മേൽ എത്രമേൽ തൻ്റെ ആശ്രയം അർപ്പിച്ചിരിക്കുന്നു എന്നതിൻ്റെ വെളിപ്പെടുത്തൽ പോലെ അപ്പാ പിതാവേ എന്ന് വിളിച്ച് ഈശോ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറപ്പെടട്ടെ. ഈശോയിലെ മാനുഷിക ഭാവവും ദൈവിക ഭാവവും തമ്മിലുള്ള സംഘർഷമാണ്. മാനുഷിക വ്യക്തിയും ദൈവിക വ്യക്തിയും തമ്മിലുള്ള സംഘർഷമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ മാനുഷിക പ്രകൃതി, അവൻ്റെ മാനുഷിക ഭാവം ദൈവിക ഭാവത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. എന്നിട്ടോ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഹിതം, നിന്റെ തിരുഹിതം എന്ന് പറയുന്ന നേരത്ത് വീണ്ടും ദൈവിക വ്യക്തി
മുകളിലേക്ക് വരികയാണ്. അല്പം കട്ടിയായി പോകുന്നുണ്ടോ? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളത് അവിടെ വെച്ച് നിർത്തിയിട്ട് അടുത്ത കാര്യത്തിലേക്ക് വരികയാണ്. എന്താണ് ഈശോ പറയുന്ന ഈ പാനപാത്രം? എന്താണ് ഈ പാനപാത്രം? നിങ്ങൾ ഉത്തരം പറഞ്ഞു നോക്കിക്കേ. എന്താണ് ഈ പാനപാത്രം? ഈ പാനപാത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് അറിയേണ്ട ഒരു കാര്യം, പ്രിയമുള്ളവരെ, ഈശോ എന്തിനാണെന്നറിയാമോ ഇത്രയും ആവലാതിപ്പെട്ടത്? ഈശോ എന്തിനാണെന്നറിയാമോ ഇത്രയും രക്തം വിയർത്ത് പ്രാർത്ഥിച്ചത്? ഈശോ എന്തിനാ ഇത്രയും കമന്ന് വീണ് കടന്ന് പ്രാർത്ഥിച്ചത്? ഈശോയുടെ പേടി നാളത്തെ കുരിശുമരണമൊന്നും അല്ല. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നാളത്തെ പാടുപീഡകളോ സഹനമോ അല്ല ഈശോ ഇത്രയധികം വേദനിപ്പിക്കുന്നത്. നാളെ എൻ്റെ കൈകളിലേക്ക് ആണി അടിച്ചു കയറ്റപ്പെടും അല്ല, ആ വേദന അല്ല. നാളെ എൻ്റെ പുറം ചാട്ടവാറ് കൊണ്ട് അടിച്ചു പൊളിക്കും അവർ അല്ല, ആ വേദന കൊണ്ടല്ല ഈശോ ഇത്രയധികം കരയുന്നത്. ഈശോയുടെ ഏറ്റവും വലിയ വേദന എന്താണെന്നറിയാമോ? നാളെ എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ അകറ്റപ്പെട്ടു പോകും. എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ അകറ്റപ്പെട്ടു പോകും. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. തെറ്റായിട്ട് മനസ്സിലാക്കിയാൽ അപകടമാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈശോയുടെ ഏറ്റവും വലിയ വേദന നാളത്തെ കുരിശുമരണമോ ആ കുരിശുമരണം സ്വന്തം ശരീരത്തിൽ ഏൽപ്പിക്കാൻ പോകുന്ന വേദനയോ അല്ല. അതിനെക്കുറിച്ചല്ല ഈശോ ഈ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതല്ല പ്രധാനപ്പെട്ട വിഷയം. മറിച്ച് എന്താ? ദൈവക്രോധത്തിൻ്റെ പാനപാത്രം. അതായത് പിതാവ് പുത്രനോട് കോപിക്കാൻ പോവുകയാണ്. എന്തിന്? മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപത്തെയും ഈശോയുടെ മേൽ വെക്കുകയാണ്. അങ്ങനെ വെക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? ഈശോ തന്നെയും പാപമായിട്ട് മാറാൻ പോവുകയാണ്. അങ്ങനെ മാറുമ്പോൾ സംഭവിക്കുന്നു, പിതാവിൽ നിന്ന് പുത്രൻ അകറ്റപ്പെടുന്നു. ഇതാണ് ഈശോയ്ക്ക് സഹിക്കാൻ വയ്യാത്തത്. എൻ്റെ പിതാവുമായുള്ള ബന്ധം ഒരു അല്പം നേരത്തേക്കെങ്കിലും മുറിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പോവുകയാണ് ഈ പാപഭാരത്തിൻ്റെ ആധിക്യത്താൽ. ഇതാണ് പത്രോസ് ലീഹ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ തെറ്റിപ്പോകും. പൗലോസ് ലീഹ കൊറിന്തോസുകാർക്കുള്ള ലേഖനത്തിൽ 2-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 21-ാം വാക്യം. 2 കൊറിന്തോസ് 5-ാം അധ്യായം 21-ാം വാക്യം. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. അതാണ് മനുഷ്യകുലത്തിൻ്റെ പാപം ഈശോ ഏറ്റെടുത്ത് പറയുന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ഏറ്റെടുത്തപ്പോൾ പിതാവുമായുള്ള ബന്ധം ആ നേരത്തേക്ക് മുറിഞ്ഞു. ഇതാണ് ഈശോയ്ക്ക് സഹിക്കാൻ വയ്യാത്ത ഈ പാനപാത്രമാണ്, ഈ ദൈവക്രോധത്തിൻ്റെ പാനപാത്രം. ഇത് പറ്റുന്നില്ല പിതാവേ, അതിനെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. വേദന ഏൽക്കാൻ ഞാൻ, സഹനമേൽക്കാൻ കുഴപ്പമില്ല, പക്ഷെ നീ ഇല്ലാതൊരല്പം നേരം. ഇതാണ് ഈശോ ഇത്രയധികം കണ്ണീരോടെ രക്തം വിയർത്ത് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. ഈശോ കടന്നുപോയ സഹനം, പ്രിയമുള്ളവരെ, ഈശോ ഈ പാനപാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിസ്സാരമല്ലത്. പാനപാത്രം തന്നെ 3 അർത്ഥത്തിൽ മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ പാനപാത്രം ഒന്നാമത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് എന്താണത്? ദൈവക്രോധത്തിൻ്റെ പാനപാത്രം. എന്താണത്? ദൈവകോപത്തിൻ്റെ പാനപാത്രം ആണ് ഈശോ പറയുന്നത്. ആ പാനപാത്രം എടുത്തു മാറ്റുക. രണ്ടാമത് തീർച്ചയായും പഴയ നിയമത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട് ഈ പാനപാത്രത്തിൻ്റെ പ്രത്യേകത. ഇത് സഹനത്തിൻ്റെ വേദനയുടെ പാനപാത്രമാണ്. ആ പാനപാത്രമാണ് ഈശോ എടുക്കാൻ പോകുന്നത്. മൂന്നാമതാണ് ഈ ദൈവക്രോധവും ഈ സഹനവും കടന്നു കഴിഞ്ഞിട്ട് ഇത് രക്ഷയുടെ പാനപാത്രമാകും. 116-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം പാടും. രക്ഷയുടെ അങ്ങനെ 3 തരത്തിൽ ഈ പാനപാത്രത്തെ മനസ്സിലാക്കണം. എന്നിട്ട് ഈശോ കടന്നു പോകുന്ന സഹനത്തെ നമ്മൾ നന്നായിട്ട് ധ്യാനിക്കണം. ഞാൻ പറഞ്ഞു, ഈ പിതാവിനെ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന, അതിനോട് ചേർത്ത് ഒരുപാട് ചുറ്റോട് ചുറ്റും മാനുഷികമായ വേദനകളുണ്ട് ഈശോയ്ക്ക്. എന്തൊക്കെയാണ്? ആരും വിശ്വസിക്കുന്നില്ല. എല്ലാവരും തള്ളിക്കളയുകയാണ്. അവൻ കൊണ്ടുവന്ന നിത്യജീവന്റെ വചനത്തെ എല്ലാവരും തള്ളിക്കളയുകയാണ്. ഇതെന്തൊരു വേദനയാണ് സമ്മാനിക്കുന്നത്. നമ്മളെ ആരും വിശ്വസിക്കുന്നില്ലെന്ന് തോന്നുന്ന നേരത്ത് എന്തൊരു കഠോര വേദനയായിരിക്കും നമ്മുടെ ചങ്കിനകത്തുണ്ടാകുന്നത്. എന്നിട്ടോ സ്വന്തം ജനം തള്ളിപ്പറയുന്നു. ആര്? യഹൂദര്. സ്വന്തം ജനം അവനെ തള്ളിപ്പറഞ്ഞ് ക്രൂശിലേറ്റാൻ തീരുമാനിക്കുകയാണ്. സ്വന്തം ജനത്തിൻ്റെ തിരസ്കരണം നമുക്ക് എന്തുമാത്രം വേദന ഉണ്ടാക്കും. നമുക്ക് ഈ വേദനകളിൽ 1-2 എണ്ണം ഒരുമിച്ച് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൂ. ഈശോയ്ക്ക് എത്രയധികം വേദനകൾ ഒരുമിച്ച് അനുഭവിക്കേണ്ടി വന്നത്. ഒന്നാമത് പറഞ്ഞത് ആരും വിശ്വസിക്കുന്നില്ല. 2 സ്വന്തം ജനത്തിൻ്റെ തിരസ്കരണം. മൂന്നാമതോ അവനെ
വിധിക്കുന്ന നീതി, അവനെ വിധിക്കുന്ന രീതി പോലും അനീതിയുടേതാണ്. കള്ളത്തരം കാട്ടി അവനെ കെണിയിൽപ്പെടുത്തി കൊല്ലുകയാണ്. നീതി അനുഭവിക്കാൻ പോലും അവന് പറ്റുന്നില്ല. വിചാരണയിൽ ഒരുപാട് കള്ളത്തരങ്ങളും അനീതിയും ഉണ്ടാകുന്നു. അതവന് സഹിക്കേണ്ടി വരികയാണ്. എന്നിട്ടോ നാലാമത്, കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവരൊക്കെ ഇട്ടിട്ടോടി ഒളിക്കാൻ പോവുകയാണ്. നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ ജീവിത പങ്കാളിയും മക്കളും മാതാപിതാക്കളുമൊക്കെ ഒരു നേരത്ത് നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട് അങ്ങ് തെറിച്ചു പോയാൽ നമുക്കുണ്ടാകുന്ന വേദന എത്രയധികമാണ്. ഈശോ അതിലൂടെ കടന്നു പോവുകയാണ്. അഞ്ചാമത്തത്, കൂടെ നിന്നവൻ്റെ ഒറ്റ. കൂടെ നിന്നവൻ, പ്രാണൻ മുറിച്ചു കൊടുത്ത് കൂടെ നിർത്തിയവൻ ഇവനെ ഒറ്റുകയാണ്, ചതിക്കുകയാണ്. അതിൻ്റെ വേദന ഉണ്ടാകുന്നു. എന്നിട്ടോ പഠിപ്പിച്ചതൊക്കെ വെറുതെയാക്കി കളഞ്ഞിട്ട് വാളെടുത്ത് പടയാളിയുടെ ചെവി മുറിച്ച് കളയുന്നു. അവൻ്റെ പഠിപ്പിച്ചത്, അവൻ 3 വർഷം പറഞ്ഞു കൊടുത്തതൊക്കെ വെറുതെയാണെന്ന് തെളിയിക്കുകയാണ്. ജീവിതം പാഴായിപ്പോയെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ അത്തരം ഒരു അക്രമം നടക്കുകയാണ്. ഒരുപാട് പരാജയങ്ങളുടെ നടുക്കാണ്, വേദനകളുടെ നടുക്കാണ്, ഈ പരിഹാസങ്ങളുടെ, ആക്ഷേപങ്ങളുടെ, കാർക്കിച്ചു തുപ്പലുകളുടെ നടുക്ക് നിന്നാണ് ഈശോ ഇത് പ്രാർത്ഥിക്കുന്നത്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ പാനപാത്രം എന്നവൻ പറയുമ്പോൾ ഏറ്റവും അധികമായിട്ട് മുമ്പ് പറഞ്ഞ കാര്യം, ദൈവക്രോധത്തിൻ്റെ പാനപാത്രം, ദൈവവുമായുള്ള ഈ വിടവിൻ്റെ പാനപാത്രം. ഇത്രയധികം സഹനങ്ങളുടെ നടുക്ക് നിന്നാണ് ഈശോ ഗെത്സമനിയിലെ പ്രാർത്ഥന നടത്തുന്നത്. അപ്പോഴേ നമുക്ക് ആ പ്രാർത്ഥനയുടെ വില അറിയൂ. ഇത്രയും മനസ്സിലാക്കണം. ഇത്രയധികം സഹനങ്ങളുടെ പാരമ്യത്തിൽ നിന്നുകൊണ്ട് ഈശോ നടത്തുന്ന പ്രാർത്ഥനയായിട്ട് അതിനെ തിരിച്ചറിയണം. അപ്പോൾ എന്തായിരുന്നു സംഭവിച്ചത്? ആ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത ഉത്തരം എന്തെന്നറിയാമോ? പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു ഉത്തരം കൊടുത്തു. എന്തായിരുന്നു ഉത്തരം? സ്വർഗത്തിൽ നിന്ന് അവന് വേണ്ടി ദൈവം ഒരു മാലാഖയെ അയച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, ചില വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉത്തരം തരുന്നുണ്ട്. ആ ഉത്തരം കൃത്യമായിട്ട് ചോദിച്ച കാര്യത്തിൻ്റെ ഉത്തരമാകണമെന്നില്ല, മറിച്ച് മറ്റൊരു ഉത്തരം തരുന്നുണ്ട്. ഈശോ ചോദിച്ചത് പാനപാത്രം എടുത്ത് മാറ്റാമോ എന്നാണ്. പക്ഷെ ഉത്തരം തന്നത് പാനപാത്രം കുടിക്കാൻ അവനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അവന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖയെ ദൈവം അയച്ചു കൊടുത്തു. ചില നേരങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ കൂടിയാണ്. രോഗമാണ്, ക്യാൻസറാണ്, ഉടനെ പിടിച്ച് ക്യാൻസർ എടുത്ത് മാറ്റണമെന്ന് പ്രാർത്ഥിക്കേണ്ട. ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്ത് മാറ്റാം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം. പക്ഷേ ഈശോയ്ക്ക് കൊടുത്തതുപോലെ ഒരു മാലാഖയെ തരാമോ എനിക്ക്? ഈശോയ്ക്ക് കൊടുത്തതുപോലെ എനിക്കൊരു മാലാഖയെ തരാമോ? ഈ സഹനം ഒന്ന് അതിജീവിക്കാൻ വേണ്ടി, ഒന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി, എന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടി എനിക്കൊരു മാലാഖയെ തരാമോ? അങ്ങനെയും പ്രാർത്ഥിക്കാം ഇനി തൊട്ട്. ഈ മാലാഖ വന്നിട്ട് എന്താ ചെയ്തത്? ഈ മാലാഖ വന്നിട്ട് ഈശോയോട് 3 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തതാണ്. ഈ മാലാഖ വന്നിട്ട് ഈശോയുടെ അടുത്ത് വന്നിരുന്ന് ഇവനോട് 3 കാര്യങ്ങൾ ഒന്ന് ഓർമ്മ. ഈശോയ്ക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും അല്ല, ഈശോയ്ക്ക് ഇതൊക്കെ അറിയാം. എന്നാലും ആ നേരത്ത് ഇതൊക്കെ വിസ്മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ആ നേരത്ത് മാലാഖ അടുത്ത് വന്നിരുന്ന് ഈശോയ്ക്ക് ഗെത്സമനിയിൽ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയ്ക്ക് 3 കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ്. ഒന്നാമത് മാലാഖ പറയുകയാണ്, ഈശോയെ, നീ ഈ വേദനയിലൂടെ കടന്നു പോയാൽ അത് വലിയ ദൈവ മഹത്വത്തിന് കാരണമാകും. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണമാകും. അതുകൊണ്ട് നീ ഒരുങ്ങ്, നിന്നെ തന്നെ ശക്തിപ്പെടുത്തുക. രണ്ടാമത് മാലാഖ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഈ സഹനത്തിലൂടെ ഈ പാനപാത്രം കുടിച്ച് മുന്നോട്ട് പോയാൽ നിന്റെ തന്നെ മഹത്വത്തിന് കാരണമാകും. ഉപരി മഹത്വം നീ കാണും. മൂന്നാമത് മാലാഖ പറഞ്ഞു കൊടുത്തത്, നിന്റെ ഈ സഹനം കൊണ്ട് ഒരു ജനത രക്ഷിക്കപ്പെടാൻ പോവുകയാണ്. അത് പാനപാത്രം തട്ടിത്തെറിപ്പിച്ച് കളയരുത്, നീ ഒരുങ്ങ്, അതിനുവേണ്ടി ഒരുങ്ങ് ഈശോയെ എന്ന് പറഞ്ഞ് മാലാഖ ഈശോയെ ഒരുക്കി കാണണം. അതിൻ്റെ കൂടെ സ്വാഭാവികമായും നമ്മുടെ ഭാവനയിൽ ചിന്തിക്കണം, മാലാഖ ഈശോയുടെ അടുത്ത് വന്നിരുന്ന് ഈശോയുടെ കരമൊന്ന് അമർത്തിപ്പിടിച്ച് അവനെ ശക്തിപ്പെടുത്തുന്നു, അവൻ്റെ നെറ്റിയിലെ വിയർപ്പ് തുള്ളികൾ തുടച്ചു മാറ്റുന്നു, അവനെ തോളോട് ചേർത്ത് കിടത്തി അവൻ്റെ തോളിൽ തട്ടി അവനെ ആശ്വസിപ്പിച്ച് കരുത്ത് കൊടുക്കുന്നു. ഇതൊക്കെ മാലാഖ ചെയ്ത് കാണണം. ഞാൻ എന്തിനാണെന്നറിയാമോ ഇത്ര അധികമായി മാലാഖയെക്കുറിച്ച് പറഞ്ഞത്? നമുക്കൊക്കെ ഒരു നിയോഗമുണ്ടാകണം. എന്താണെന്നറിയാമോ? ആരൊക്കെയോ ഗെത്സമനിയിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെയൊക്കെ ചുറ്റും ഒരുപാട് പേരുണ്ട് ഈ ഗത്സമനി അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ. ദൈവം തമ്പുരാനെ നോക്കി, അപ്പാ പറ്റുന്നില്ലപ്പാ, ഇതൊന്ന് മാറ്റിത്താപ്പാ എന്ന് പറഞ്ഞ് കരയുന്ന ഒരുപാട് പേര് നമ്മുടെയൊക്കെ ചുറ്റുമുണ്ട്. നിനക്ക് കഴിയുമോ അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു മാലാഖയായി അവതരിക്കാൻ? ദൈവം കൂട്ടുകൊടുക്കുന്ന മാലാഖയായി ചെന്നിരിക്കാൻ നിനക്ക് പറ്റുമോ? അവരുടെ കരമൊന്ന് ചേർത്ത് പിടിക്കാൻ, അവരെ ഒന്ന് തോളോട് ചേർത്ത് കിടത്താൻ നിനക്ക് കഴിയുമോ? എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം ഈ 3 കാര്യങ്ങൾ എന്തൊക്കെ? ഒന്നാമത്, കുഞ്ഞെ, ഈ പാനപാത്രം, ഈ സഹനം, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. അത് കാലം വെളിപ്പെടുത്തും. അതുകൊണ്ട് നീ പതറാതെ കുതറാതെ സാവകാശം തൂകിത്തുളുമ്പിപ്പോകാതെ ആ പാനപാത്രം ഒന്ന് കുടിക്കാവോ കുഞ്ഞെ എന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്തണം അവരെ. രണ്ടാമത്, അവരോട് പറഞ്ഞു കൊടുക്കണം, നിന്റെ തന്നെ മഹത്വത്തിന് വേണ്ടിയിട്ടാണിത്. ദൈവം എന്തോ ഉപരി നന്മ, ഉപരി മഹത്വം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്, ശാന്തമായിട്ടിരിക്കുക. മൂന്നാമത് പറഞ്ഞു കൊടുക്കണം, നിന്റെ ഈ സഹനം അതാർക്കൊക്കെയോ രക്ഷയ്ക്ക് കാരണമാകും. ഒരു സഹനവും പാഴാക്കി കളയരുതേ. നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അവരെ ഒരുക്കണം. അപ്പം നമുക്ക് കഴിയണം എന്ത്? ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒരു മാലാഖയാകാൻ നമുക്ക് കഴിയണം. എന്നിട്ട് ഈശോ ഇറങ്ങി വരികയാണ്. ഈശോ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഈശോ കാണുന്ന കാഴ്ച എന്താണ്? ശിഷ്യന്മാർ അപ്പോഴും തളർന്ന് ഉറങ്ങുകയാണ്. ശിഷ്യന്മാർ അപ്പോഴും തളർന്ന് ഉറങ്ങുകയാണ്. ഈശോ അവരോട് നോക്കി പറയുന്നുണ്ട്, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ശിഷ്യന്മാരുടെ ആ നേരത്തെയും വിചാരം കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ആ നേരത്തും അവരുടെ വിചാരം കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ഈശോ അല്ലേ, അവൻ മിശിഹായല്ലേ, അവൻ രക്ഷപ്പെട്ട് വന്നോളും എന്ന ഉറപ്പാണ് ഇവരെ പ്രാർത്ഥനയിൽ നിന്ന് തടയുന്നത്. ഇതാണ് ഈശോയെ വേദനിപ്പിക്കുന്നത്. ഈശോ വീണ്ടും പറയുകയാണ്, മക്കളെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പരീക്ഷണം വരാൻ പോവുക, വലിയ പ്രലോഭനം വരാൻ പോവുക, ദൈവം കൂടെയില്ലെന്ന് തോന്നുന്ന നേരം വരാൻ പോവാണ്. ആ നേരത്ത് ഇപ്പോഴേ പ്രാർത്ഥന കൊണ്ട് കരുത്ത് സംഭരിച്ചു വെക്ക് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം അതിന് മറ്റൊരു പാഠം കൂടെ തരുന്നുണ്ട്. ഏത് ഗത്സമനിയിൽ നിങ്ങൾ രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുന്ന നേരത്തും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവർ അത് അവരുടെ വിഷയമാകാത്തിടത്തോളം കാലം പുറത്തിരുന്ന് ഉറങ്ങുകയായിരിക്കും. ഈശോയുടെ മഹത്വം കണ്ട് ഈശോയുടെ കൂടെ നിന്ന് ആ 3 ശിഷ്യന്മാരെയാണ് ഈശോ പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടെ കൊണ്ടുപോയത്. അതായത്, പ്രിയപ്പെട്ട കുടുംബനാഥ, പ്രിയപ്പെട്ട കുടുംബനാഥേ, നിന്റെ മഹത്വം കണ്ട, നിന്റെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിച്ച, എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരുന്ന, ആഘോഷരാവുകളിൽ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഒക്കെ ശരിയാണ്, നിന്റെ ചങ്കായിരിക്കും അവർ, ഒക്കെ ശരിയാണ്. പക്ഷേ നീ ഗത്സമനിയിലൂടെ കടന്നു പോകുന്ന നേരത്ത് അവർക്ക് അത്തരമൊരു തീവ്രാനുഭവം ഉണ്ടാകാത്തിടത്തോളം കാലം അവരെവിടെയോ മാറിയിരുന്ന് ഉറങ്ങുകയുള്ളൂ. ചില ഗത്സമനികൾ, ചില പാനപാത്രങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടതാണ്, ഒറ്റയ്ക്ക് കുടിച്ചു തീർക്കേണ്ടതാണ്. ആ നേരത്ത് ദൈവം മാത്രമേ തുണയുണ്ടാകൂ എന്ന പാഠവും ഈ സുവിശേഷ ഭാഗം തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ധ്യാനിച്ചത് ഗത്സമനിയാണ്. നമുക്കേറെ അറിയാവുന്ന സുവിശേഷ ഭാഗമാണ്. എങ്കിലും മറ്റൊരു വീക്ഷണകോണിലൂടെ അതിനെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് കൊടുത്തല്ല ആ വചന ഭാഗത്തെ നമ്മൾ ഒഴുക്കോടെ ധ്യാനിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒന്നാമത് ധ്യാനിച്ചത് എന്താണ്? ഈശോ ഒലിവ മലയിലേക്ക്, ഗത്സമനിയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയത് കാൽവരിയുടെ തലേന്നാൾ അല്ല. കാൽവരിയുടെ തലേന്നാൾ മാത്രം അല്ല, മറിച്ചോ അവൻ സ്ഥിരമായിട്ട് പോയിരുന്നു. തൊട്ടു തലയാഴ്ച എല്ലാ ദിവസവും പോയിരുന്നു. അങ്ങനെ പോയവനെ നാളെ കാൽവരി വരുമ്പോഴും ഇന്നും അവിടെ പോയി ശാന്തതയോടെ പ്രാർത്ഥിക്കാൻ പറ്റൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ നാളെ കാൽവരി ആകണമെന്നില്ല. അതിനു മുമ്പേ, കാൽവരി വരുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അങ്ങനെ വരുമ്പോൾ ഗത്സമനിയിൽ നമ്മൾ നിലവിളിക്കാതെ ശാന്തമായി ദൈവഹിതത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പഠിക്കും. രണ്ടാമത്, ഈശോ ഓർമ്മിപ്പിക്കുകയാണ് ശിഷ്യന്മാരെ, കൂടെ ഉണ്ടാകണമേ, പ്രാർത്ഥിക്കണമേ എന്ന്. മൂന്നാമതോ, അവൻ്റെ ഈ പാനപാത്രം ഏറ്റവും വലിയ വേദന എന്താണ്? ഏറ്റവും വലിയ വേദന ശരീരത്തിൽ അവൻ അനുഭവിക്കാൻ പോകുന്ന വേദനയെക്കുറിച്ചല്ല അവൻ കരയുന്നത്. അത്രയങ്ങ് നിസ്സാരനാക്കി കളയരുത് ഈശോയെ, അത്രയങ്ങ് കൊച്ചാക്കി കളയരുത് ഈശോയെ. കുരിശുമരണമോ ഈ പാടുപീഡകളോ അല്ല അവനെ ഇങ്ങനെ കരയിക്കുന്നത്. പിന്നെന്താ? എൻ്റെ പിതാവിനെ എനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് കുറച്ചു നേരത്തേക്ക്. ഈ പാപഭാരത്താൽ പിതാവുമായുള്ള ബന്ധം മുറിയാൻ പോവുകയാണ്. അതാണ് ഈശോയെ വേദനിപ്പിക്കുന്ന കാര്യമെന്ന് തിരിച്ചറിയണം. ഒടുവിൽ ഈശോ തിരിച്ചറിഞ്ഞൊരു കാര്യം, ചില ഗത്സമനികളിൽ ഞാൻ ഒറ്റയ്ക്കായി പോകും, ദൈവം അയക്കുന്ന മാലാഖ മാത്രമേ കൂട്ടുണ്ടാവുകയുള്ളൂ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാവേ, നിനക്കുള്ള എൻ്റെ ഓർമ്മപ്പെടുത്തൽ ഇതാണ്. എന്ത്? നിനക്ക് കഴിയണം ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ
മാലാഖയായി കൂട്ടിരിക്കാൻ പറഞ്ഞു കൊടുക്കണം. ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടാണ്, നിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്, ആരുടെയൊക്കെയോ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നിന്റെ കരങ്ങളിൽ ദൈവം ഈ പാനപാത്രം തന്നിരിക്കുന്നത്. തട്ടിത്തെറിപ്പിച്ച് കളയരുതേ. ശാന്തമായിട്ടിരുന്ന് സാവകാശം മട്ടോളം കുടിക്കണേ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.